ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇഞ്ചമ്പുളി അഥവാ പുളിയിഞ്ചി, ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചമ്പുളി എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർകാരുടെ സ്പെഷ്യൽ ഇഞ്ചമ്പുളി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ആദ്യം ഇഞ്ചി ഇതുപോലെ കുനുകുനൂന്ന് അരിയുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ ചതയ്ക്കാൻ നമ്മുടെ ഈ സംഭവമുള്ളതുകൊണ്ട് നമ്മളൊന്ന് ചതയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണേ. അതിനുശേഷം നമ്മൾ സോസ് പാൻ ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ച്, എണ്ണ എന്ന് പറയുമ്പോൾ ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു 4-5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിൽ നന്നായി ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഞ്ചി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇഞ്ചി നല്ലോണം റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വഴിക്ക്. നമ്മൾ അതേസമയം പുളിവെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. പുളിയിൽ ചൂടുവെള്ളം ഒഴിച്ച് നന്നായി നമ്മളിങ്ങനെ പിഴിഞ്ഞ് സെറ്റാക്കി വയ്ക്കാം, ഒരു ഭാഗത്തേക്ക് നീക്കി വയ്ക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത ഇഞ്ചി നമ്മൾ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ഇട്ടിട്ട് പൊട്ടിക്കുക. ഒപ്പം ഒരു 2 വറ്റൽ മുളക് ഇടാം. അത് നന്നായി വഴറ്റാം. എല്ലാം നന്നായി പൊട്ടി കഴിയുമ്പോൾ ഉലുവ കരിയണ്ട, അതിന് മുന്നേ പച്ചമുളക് പിന്നെ വേപ്പിലിടാം. അത് നന്നായി റോസ്റ്റ് ചെയ്യാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, പൊടികൾ ഇടാൻ വേണ്ടിയിട്ട് സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു നുള്ള്. ഓക്കെ, നുള്ളിട്ടാൽ മതി കേട്ടോ. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യുക. തീയൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ്, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റെടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർക്കാം. അപ്പോൾ പുളി നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് അതിന് ആ ചാറ് മാത്രം അരിച്ചെടുത്തിട്ട് ഒഴിക്കണേ. എന്നിട്ട് നമുക്ക് ശർക്കര ഒരു ഭാഗത്ത് ഞാൻ ഉരുക്കി വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കരയുടെ നീരും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴട്ടുക. അതിലേക്ക് ഇത്തിരി കായപ്പൊടി ഇടാം കേട്ടോ. അതിനു മുന്നേ നമുക്ക് ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇടാണേ. അപ്പോൾ ഇഞ്ചി ക്രഷ് ചെയ്തതും ഇത്തിരി ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത്, ഉപ്പും കായപ്പൊടിയും ചേർത്ത് നമുക്ക് ഇളക്കാം. കണ്ട, കായപ്പൊടി ഇത്തിരി ഇട്ടാൽ മതി, ഒരു നുള്ള്
കായപ്പൊടിയും കൂടെ ചേർത്താൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മൂടി വയ്ക്കുക. എന്നിട്ട് വീണ്ടും തുറക്കുക, ഒന്ന് വഴട്ടാം. അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറുകി വരുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ തുറക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ആ കായപ്പൊടി ഇട്ടേൻ്റെയും അങ്ങനെ എല്ലാം ഇട്ടിട്ട് സെറ്റായിട്ട് സൂപ്പർ മണമായിരിക്കും. നമുക്ക് വരാം. നമ്മുടെ പുളിയിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഒന്ന് നുള്ള് നമ്മുടെ ഉലുവപ്പൊടിയും കായപ്പൊടി നുള്ളും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം. നമുക്ക് അടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ചില്ല് ഭരണിയാണ്. അപ്പോൾ ഭരണിയിലേക്ക് ഞാൻ മാറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ലുക്ക്. അടിപൊളിയായിരുന്നു ഗൈസ്. ഒരു 2-3 ആഴ്ചത്തേക്ക് നമുക്ക് ഈ പുളിയിഞ്ചി സെറ്റാണ്. ഇതിങ്ങനെ അടച്ച് വയ്ക്കാം. See you.